ഇവിടെ ഇങ്ങനെ കിടക്കാൻ എന്തൊരു സുഖമാ. കുട്ടികളെ, ഒരുപാട് വെള്ളത്തിന്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ. ശിവയെ കണ്ടില്ലല്ലോ. ശിവ മലയുടെ മുകളിൽ സൈക്കിൾ ചവിട്ടാൻ പോയിരിക്കാണ്. പെട്ടെന്ന് മടങ്ങി വരും. സാർ, ഇങ്ങനെ ബോധം കെട്ട് കിടന്നിട്ട് കാര്യമില്ല. എനിക്ക് സാർ എന്റെ പരിധിയിൽ സീ മോൺസ്റ്ററോ ഒരിക്കലും സംഭവിക്കില്ല. ഈ ലെറ്റോസിന്റെ പേര് കേട്ടാ തന്നെ പക്ഷികള് പറക്കുന്നത് നിർത്തിക്കളയും. മീനുകൾ എങ്ങനെ നീന്താന്ന് മറന്നു പോകും. സിംഹം വേട്ടയാടുന്നത് തന്നെ നിർത്തിക്കളയും. നിങ്ങൾ പറയുന്നു ഇതൊക്കെ സംഭവിക്കുന്നു. ശരി, എന്നാ അതൊന്ന് കാണട്ടെ. നിങ്ങൾ പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് ശിവയാണ് നമ്മൾ എല്ലാവരും രക്ഷിച്ചത്. ശിവയെ പോലെ ധൈര്യം മറ്റാർക്കും ഉണ്ടാവില്ല. അതിന് നമ്മൾ എല്ലാവരും പ്രശംസിക്കണം. എന്നാൽ ഇന്ന് രാത്രി ആ മോൺസ്റ്റർ വരികയാണെങ്കിൽ സാറ് വേഗം ചെന്ന് അതിന്റെ കൈ രണ്ടെണ്ണം ഇല്ലാതാക്കണം. എന്താ പറഞ്ഞ രണ്ട് കൈയുണ്ടെന്നോ? മോൺസ്റ്ററിന് രണ്ട് കയ്യോ? നിങ്ങളുടെ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോ ആരും ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ ഇങ്ങനെ ഒരു സീ മോൺസ്റ്റർ ആരും കണ്ടിട്ടില്ല. ഇത് ലൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നതാണ് കേട്ടത്. ഒരുപാട് വർഷങ്ങളായിട്ട് ലൈറ്റ് ഹൗസ് പൂട്ടിക്കിടക്കുക, അങ്ങോട്ട് ആരും പോവാറുമില്ല. അതുകൊണ്ടായിരിക്കും സീ മോൺസ്റ്റർ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അത് അവിടെ തന്നെയാ ഉള്ളത്. അതിനെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ല. ഇവിടെ ഇനി എന്ത് വന്നാലും പേടിക്കണ്ട. കാരണം ലഡ്ഡു സിംഗ് സാർ ഉണ്ടല്ലോ. മോൺസ്റ്റർ വന്ന് അതിന്റെ രണ്ട് കൈ ഓടിച്ചു കളയും. എനിക്ക് രണ്ട് കൈ ഉണ്ടായിട്ടെന്താ കാര്യം? ഞാൻ ഇൻസ്പെക്ടറാണ്, പയൽവാണൊന്നുമല്ല. ശരി, നിങ്ങൾ എല്ലാവരും പേടിക്കാതെ പോയി കിടന്നുറങ്ങിക്കോളൂ. എന്തേലും പ്രശ്നം വന്നാൽ അപ്പൊ ശിവനെ വിളിച്ചാ മതി. ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചാ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല, ആ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് തെളിഞ്ഞത് കണ്ടല്ലോ. ഈ സമയത്ത് ആരായിരിക്കും അവിടെ? ലൈറ്റ് കൊണ്ട് ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ? ആർക്കോ എന്തോ സിഗ്നൽ കൊടുക്കുന്ന പോലെ. വരൂ, നമുക്ക് അവിടെ ചെന്ന് നോക്കാം. നിങ്ങളെ പിള്ളേര് അർദ്ധരാത്രിയിൽ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കണേ? ചെന്നുറങ്ങ, വേഗം പോയി കിടന്നുറങ്ങാൻ. സർ, അവിടെ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് തെളിച്ച് ആർക്കോ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു രഹസ്യമുണ്ട്. രഹസ്യം? ഓ, എന്തോന്നപ്പ അവിടെ രഹസ്യം? ഇനിയിപ്പോ ഈ രാത്രി സമയത്ത് നീ എന്നോട് പറയും നിന്നോടൊപ്പം അങ്ങോട്ടൊന്ന് വരണമെന്ന്. നിങ്ങളെ പോലെ ഒരു പരാക്രമശാലിയായ ഇൻസ്പെക്ടർ ഞങ്ങളൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനെയും പേടിയില്ല.
അത് വേണോ? അല്ല, ദേ അത് കണ്ടോ, ആ രണ്ട് പലക പാലം കൂട്ടിക്കെട്ടിരിക്കുന്നത്. അപ്പോ ലൈറ്റ് ഹൗസിൽ തീർച്ചയായിട്ടും ആരോ പോക്കുവരവുണ്ടെന്ന് അർത്ഥം. ശിവ, അവര് പോവാണെങ്കിൽ പോകട്ടെ, നമുക്കാരും പേടിക്കേണ്ട കാര്യമില്ല. വാ, നമുക്ക് തിരിച്ചു പോയി കിടന്നുറങ്ങാന്നേ. ഇങ്ങനെ രാത്രി ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ബാഡ് മാനേഴ്സ് അല്ലേ? സർ, ഈ അർദ്ധരാത്രിയിൽ ലൈറ്റ് ഹൗസിൽ ഒരു ഗുഡ് മാനും ഉണ്ടാവില്ല. ബാഡ് മാൻസ് ആയിരിക്കും അധികം. പോകാം. എന്താ പോകാം? നീ പേടിക്കണ്ട, എന്നോടൊപ്പം വന്നോ. അതെ ശിവ, ഇവിടെ ആരും കാണുന്നില്ല. വന്നേ, നമുക്ക് തിരിച്ചു പോകാന്നേ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ആരോ ഇവിടെ സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ട്. അല്ല, മോൺസ്റ്റർ സാൻഡ്വിച്ച് ഒക്കെ കഴിക്കുമോ അല്ലേ? അപ്പൊ ആ ഗൈഡ് നമ്മളെ മണ്ടന്മാരാക്കി. ദേ മോൺസ്റ്റർ വരുന്നെന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ലേ അയാള്? ഇവിടെ എന്തൊക്കെയോ കുഴപ്പം നടക്കുന്നുണ്ട്. ഇതെന്തൊരു ജന്തുവാണ്? ഓടിക്കോ. എന്താ വണ്ടി പോവാതെ? വരൂ, ഞങ്ങളുടെ കൂടെ വരൂ.
ലഡു സിംഗ് സാർ എവിടെ പോയി? അദ്ദേഹം പോലീസല്ലേ, ചിലപ്പോ മോൺസ്റ്റർ അന്വേഷിച്ച് പോയിട്ടുണ്ടാകും. മോൺസ്റ്റർ അങ്ങേരുടെ കൂട്ടുകാരനായി കാണും. ഇങ്ങനത്തെ തമാശ പറയരുത്. അദ്ദേഹം ചിലപ്പോ ഏതെങ്കിലും ആപത്തിൽ പെട്ടിരുന്നെങ്കിലോ. ഓ നോ, നമുക്ക് അന്വേഷിച്ചു പോയേ പറ്റൂ.